പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആരൊക്കെ ഏതൊക്കെ കോർപ്പറേഷനിൽ മേയറാവും എന്നൊക്കെ BJP ഒരു സസ്പെൻസ് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. 26-ാം തീയതി അറിയാമെന്നാണ് പറയുന്നത്. ഇതിനിടയ്ക്ക് ദീപ്തി മേരി വർഗീസ്, കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമാണ് ദീപ്തി. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ജയിച്ചപ്പോൾ ദീപ്തി മേരി വർഗീസ് ആയിരിക്കും കൊച്ചി മേയർ എന്നൊക്കെയായിരുന്നു എല്ലാവരും ധരിച്ചിരുന്നത്. പക്ഷേ ദീപ്തി ഇപ്പോൾ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. ഒന്നുകിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്, ആ അവസ്ഥയിലാണ്. ഇപ്പോൾ കർണാടകയിൽ നമ്മൾ കണ്ട അതേ രാഷ്ട്രീയമാണ് കൊച്ചിയിലും പ്രയോഗിക്കുന്നത്. 2 വർഷം അല്ലെങ്കിൽ 2.5 വർഷം ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട മിനിമോൾ എന്ന് പറയുന്ന ആള് 2.5 വർഷം കഴിഞ്ഞ് അടുത്തയാൾ, ഇങ്ങനെയാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. ഈ കസേര കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സുകാരും അതിൽ നിന്ന് എഴിച്ചു കൊടുക്കില്ല എന്നുള്ളത് കർണാടകയിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ദീപ്തിയുടെ കടക്ക് പുറത്ത് എന്ന് തന്നെയാണോ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്? അല്ല, അങ്ങനെ ആവണമെന്നില്ല. ഇത് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇതൊക്കെ നമുക്ക് പതിവുള്ള കാഴ്ചയല്ലേ. അത് കാരണം അങ്ങനെ കടുത്ത ഒരു തീരുമാനമെടുത്താൽ അനുസരിക്കുന്ന അണികളല്ല കോൺഗ്രസിൻ്റേത്. അങ്ങനെ കൃത്യമായ ഒരു തീരുമാനം കടുത്ത ഇന്റഗ്രിറ്റിയോടെ അപാരമായ കാർക്കശ്യത്തോടെ എടുക്കാൻ പറ്റിയ ഒരു ലീഡർഷിപ്പും ഇല്ല കോൺഗ്രസിന്. ഒരു അയഞ്ഞ ജനാധിപത്യ സംവിധാനമാണ്, ലൂസ് ഡെമോക്രസി എന്ന് പറയില്ല, അതാണ്. അപ്പോൾ അതിൻ്റെ ഗുണവും ദോഷമൊക്കെ ഉണ്ടാവും കേട്ടോ. അതിനകത്ത് ആരെങ്കിലും ഒരാളോട് ഈ പ്രത്യേക വിരോധം തോന്നിയിട്ട് അവനെ തല്ലുകയും കൊല്ലുകയും ഒതുക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട്. ഇതിലിപ്പോൾ കണ്ട ഒരു പോസിറ്റീവായ കാര്യം ഞാൻ ആദ്യം പറയാം. ദീപ്തി മേരി വർഗീസ് എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രൊപ്പഗാൻഡ ഉണ്ടായിരുന്നല്ലോ മീഡിയയിൽ. അത് വെള്ളത്തിലായി. അത് നല്ലതാണ്. എപ്പോഴും നമ്മൾ കോടതി വിധികൾക്ക് പറയാറുണ്ടല്ലോ, ദിലീപിന്റെ കേസിലൊക്കെ പറഞ്ഞ പോലെ കോടതിയെ കൊണ്ട് ഇന്ന വിധി പറയിപ്പിക്കണമെന്ന് മീഡിയയും നാട്ടുകാരും സോഷ്യൽ മീഡിയയും ജനങ്ങളൊക്കെ ഒരു പബ്ലിക് സെന്റിമെന്റ്സ് ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് കോടതിയെ കൊണ്ട് മനസ്സ് മാറ്റിക്കുന്നൊരു നിലപാടുണ്ടല്ലോ. അത് രാഷ്ട്രീയ പാർട്ടികളും വിചാരിക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. ഇപ്പൊ CPM പോലും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. അല്ല, ഓർമ്മയില്ല, ഇപ്പൊ CPM VS അച്യുതാനന്ദന് സീറ്റ് കൊടുത്തില്ല ഒരിക്കൽ. ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ട് മുദ്രാവാക്യം വിളിച്ച് പാർട്ടി ആസ്ഥാനത്ത് പലരെയും വളഞ്ഞു വെച്ച് രാത്രിക്ക് രാത്രി തീരുമാനം മാറ്റിച്ചില്ലേ? VS സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്ന അതെ, മലമ്പുഴ ആയിരുന്നില്ല അവസാനം ഒരു തെരഞ്ഞെടുപ്പിൽ. അപ്പൊ അത് CPM പോലുള്ള ഈ കാഡർ സ്വഭാവമുള്ള പാർട്ടികൾ പോലും അതിന് വഴങ്ങാറുണ്ട്. അക്കാര്യത്തിൽ കോൺഗ്രസിനെ ഞാൻ ഇപ്പോൾ അഭിനന്ദിക്കുന്നു. കാരണം കോൺഗ്രസ് അതിന് വഴങ്ങിയില്ല. അത് എനിക്ക് തോന്നുന്നു ഈ VD സതീശനെ പോലെ ഒരു ലീഡർഷിപ്പ് ഉള്ളത് കൊണ്ടാണ്. അത് VD സതീശൻ കഴിഞ്ഞ കുറെ കാലത്ത് കാണിച്ചിട്ടുണ്ട്. ഈ ബോധപൂർവം നടത്തുന്ന പ്രചാരണങ്ങൾ, പബ്ലിക് സെന്റിമെന്റ്സ്, ഈ മാധ്യമ വേട്ട, അതിനൊന്നും വഴങ്ങി കൊടുക്കാറില്ല. എത്രയോ കേസിൽ നമ്മളത് കണ്ടതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ കണ്ടില്ലേ, എന്തൊക്കെയാണ് ഈ VD സതീശനെതിരായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അനങ്ങാതെ പതറാതെ നിന്നല്ലോ. അവസാനം ഏതാണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് അനുകൂലമായി കാര്യങ്ങൾ വന്നു. ഒന്ന്, അതിനു മുമ്പ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഓർമ്മയില്ല, ഈ അൻവർ ഇല്ലെങ്കിൽ UDF ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ കുറെ ആളുകളുണ്ടായിരുന്നു. അൻവറിന്റെ കാശ് വാങ്ങിയ ആളുകൾ ഇപ്പോൾ എറണാകുളത്തിരിക്കുന്ന ഒരുപാട് ഓൺലൈൻ മീഡിയയിൽ പോലും ഉണ്ട്. അൻവറിന്റെ ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ട് അൻവറിന് വേണ്ടി ക്യാമ്പയിൻ നടത്തിയിരുന്നു. ഓൺലൈൻ മീഡിയയിൽ പോലും ഉണ്ടെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ആരൊക്കെയുണ്ട്? അദ്ദേഹം തന്നെ പരസ്യമായിട്ട് വീമ്പറക്കാറുണ്ട്. മലയാളത്തിലെ പ്രധാനപ്പെട്ട മീഡിയയിലൊക്കെ എൻ്റെ ആളുകളുണ്ട് എന്ന് പറയാറുണ്ട്. ഞാൻ എൻ്റെ മാസപ്പടിക്കാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സംഗതി നടന്നിട്ട് പോലും കോൺഗ്രസ് അതിനെ നേരിട്ടല്ലോ. അപ്പൊ ദീപ്തി മേരി എനിക്ക് തോന്നുന്നു ദീപ്തിക്ക് ഒരു കാരണവശാലും, ഒന്നാമത്തെ കാര്യം, ഒരു പാർട്ടിക്ക് ചില തീരുമാനങ്ങളുണ്ട്. അത് ഞാൻ തന്നെ തീരുമാനിച്ചിട്ട് ക്യാമ്പയിൻ നടത്തുന്നത് ഒരു ജനാധിപത്യ രീതിയോ പാർട്ടി രീതിയോ അല്ല, അച്ചടക്കമുള്ള പാർട്ടിക്കാരുടെ രീതിയല്ല. ഇപ്പോഴും അവർ പറഞ്ഞ മറുപടിയിൽ എൻ്റെ പാർട്ടി തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു എന്നല്ലല്ലോ പറയുന്നത്. ആർക്കൊക്കെ എവിടെയോ ഗുരുതരമായ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഞാൻ പരാതി കൊടുക്കുന്നതാണ്. അതിന്റെ അർത്ഥം എന്താ? ഞാൻ മേയറായി പിറന്നോളാന്നാ. മേയറാവാനായിട്ട് മത്സരിച്ച് അങ്ങനെയൊന്നുമില്ലല്ലോ. ഒരു പാർട്ടിക്ക് വേണ്ടി എന്ത് പണിയാണോ പാർട്ടി പറയുന്നത് അന്നേരത്ത് ചെയ്തോളാം. അന്നേരത്തെ പല സാഹചര്യങ്ങളാൽ പലപ്പോഴും നമുക്ക് ഒരുപക്ഷെ അർഹിക്കുന്നതായിരിക്കും ദീപ്തി മേരി വർഗീസിന്. പക്ഷെ എങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ അത് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഒരുപാട് ഘടകങ്ങൾ നോക്കേണ്ടി വരും. പറഞ്ഞ പോലെ പല ഘടകങ്ങളും ഉണ്ടാവുമല്ലോ. ഇവർക്ക് പലപ്പോഴും ഈ ജാതി മത സമവാക്യങ്ങളും ഒക്കെ സൂക്ഷിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ദീപ്തി മേരി വർഗീസ് തീരുമാനിച്ചു മേയറാവണം. ഒരുപക്ഷെ അവർക്ക് വേണ്ടി ഇറങ്ങിയ കുറെ ആളുകളും തീരുമാനിച്ചു. മീഡിയയിൽ ഒരു ക്യാമ്പയിൻ നടത്തി. അതിനൊന്നും കോൺഗ്രസ് വഴങ്ങിയില്ല എന്നുള്ള പോസിറ്റീവായിട്ട കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിനകത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഗ്രൂപ്പ് ഇല്ലാത്തൊരു കാലം ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ ഗ്രൂപ്പിന്റെ പ്രശ്നം, 2 പ്രബല ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്ന കാലത്ത് ഇത് നെഗോഷിയേറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു. ഒരു കാലത്ത് ആന്റണിയും കരുണാകരനും തമ്മിൽ കണ്ടാൽ തീരുമായിരുന്നു പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയും ഇപ്പുറത്ത് ഉണ്ടായിരുന്ന 1-2 പേര് തമ്മിൽ കണ്ടാൽ തീരുമായിരുന്നു കാര്യങ്ങൾ. ഇപ്പോൾ അതല്ല.
ഇപ്പൊ അങ്ങനെയുള്ള ലീഡർഷിപ്പ് ഇല്ല. ഇപ്പൊ അതുകൊണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കാനായിട്ട് നടക്കുന്ന കുറെ പേരുണ്ട്. അതിലൊന്നും വി ഡി സതീശൻ ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുക. വി ഡി സതീശൻ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൂടാ. വി ഡി സതീശൻ ഏതെങ്കിലും സമുദായ സമവാക്യങ്ങളുടെയും കൂടെ ഇല്ല. വി ഡി സതീശൻ കോൺഗ്രസിന്റെ ഒരു ലീഡറായിട്ടും പ്രതിപക്ഷ നേതാവായിട്ടും നിൽക്കുകയാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരായി ധാരാളം ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആരൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കാത്തത്? എല്ലാവർക്കും ഗ്രൂപ്പാണ് ഇപ്പോൾ കോൺഗ്രസിൽ. അപ്പൊ ഇപ്പൊ ഓരോരുത്തരും കോൺഗ്രസിൽ എല്ലാവരും ഗ്രൂപ്പുകളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഗ്രൂപ്പ് സമവാക്യത്തിലും ഇദ്ദേഹത്തിന് ഇവർക്ക് എവിടെയോ പിഴച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എറണാകുളത്തെ ഗ്രൂപ്പുകളിൽ ഞാൻ മനസ്സിലാക്കുന്നത് എയിലും ഇല്ല, ഇവർ ഐയിലും ഇല്ല. പിന്നെ വി ഡി സതീശന്റെ മനസാക്ഷിയാണെന്ന് തോന്നുന്നു നിയാസ്, ഇവിടുത്തെ അല്ലേ DCC പ്രസിഡന്റ്, ആ മൂന്നിലും പെട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവരിപ്പോ ഉള്ളത് KC വേണുഗോപാലിന്റെ ഗ്രൂപ്പിലാണെന്ന് തോന്നുന്നു. അപ്പൊ KC വേണുഗോപാല് വി ഡി സതീശനെതിരായി കഴിഞ്ഞ കുറെ കാലമായി ഒരുപാട് കുട്ടിക്കുരന്മാരെ കൊണ്ട് കളിപ്പിക്കുന്നു എന്നൊരു ധാരണ വി ഡി സതീശനും ഉണ്ട്. അപ്പൊ ഒരു അവസരം കിട്ടിയപ്പോ ഒരു ഡോസ് KC വേണുഗോപാലിന് കൊടുക്കാനും കൂടി തീരുമാനിച്ചിട്ടുണ്ടാവണം. അപ്പൊ അതിന്റെ ഫലം കൂടി ആയിരിക്കണം ഇപ്പൊ അവർ ഔട്ടായത്. എനിക്ക് തോന്നുന്നു അങ്ങനെ വരുമ്പോ ഇപ്പോ ദീപ്തി മേരി വർഗീസ് അങ്ങനെ ബേജാറാവേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം അവർക്കൊക്കെ അവർ KPCC ജനറൽ സെക്രട്ടറിയാണ്, വലിയ പോസ്റ്റിലിരിക്കുന്ന ഒരു വനിതാ നേതാവാണ്. അവർക്ക് ഇനി അവസരങ്ങളുണ്ട്. ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പ് 3 മാസം കൊണ്ട് വരുന്നു. അപ്പൊ അവരിപ്പോ കോർപ്പറേഷനിൽ നിന്ന് മാറ്റിയിട്ട് വേണമെങ്കിൽ KC വേണുഗോപാലിന് പറയാം ദീപ്തിക്ക് ഒരു സീറ്റ് കൊടുക്കണം എന്ന് പറയാലോ, MLA ആയിട്ട് മത്സരിപ്പിക്കാലോ, എന്തെല്ലാം അവസരങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇവര് ഇപ്പോ ഒരു ചെറിയ കാര്യത്തിന്, ചെറിയ കാര്യം എന്ന് പറഞ്ഞുകൂടാ. കാരണം ഈ കൊച്ചിയിലെ മേയർ എന്ന് പറയുന്ന ഇവർക്കൊക്കെ ഒരു അഭിമാന പ്രശ്നമാണ്. കൊച്ചി മേയർ ആവാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്. പ്രധാനപ്പെട്ട 2-3 പോസ്റ്റ്, കോഴിക്കോട്ടെ മേയർ, കൊച്ചിയിലെ മേയർ, തിരുവനന്തപുരത്തെ മേയർ. കേരളത്തിൽ അഭിമാനമുള്ള 3 മേയർമാരേ ഉള്ളൂ. അപ്പൊ ആ പോസ്റ്റിൽ താല്പര്യം ഉണ്ടാവും, അത് അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവും, അത് തെറ്റല്ല. ഇനി ഉണ്ടാകാൻ പോകുന്ന അടുത്ത അവസരം ഞാൻ പറഞ്ഞുതരാം. ആ 2.5 കൊല്ലം കഴിയുമ്പോൾ നീ പറഞ്ഞ കർണാടക മോഡലിൽ ഇവർ മാറിക്കൊടുക്കുന്ന എന്താ ഉറപ്പ്? അന്നത്തേക്ക് ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിക്കൂടാന്ന് എന്താ ഉറപ്പ്? അപ്പൊ അതൊക്കെ ഇനിയുള്ള കളികൾ നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ദീപ്തി മേരി വർഗീസ് ഇക്കാര്യത്തിൽ ഇപ്പൊ വലിയ തിടുക്കം കാണിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തിടുക്കം കാണിക്കുന്ന 2-3 കുഴപ്പമുണ്ടാക്കും. ഒന്ന്, കോൺഗ്രസിൽ ഇപ്പൊ വന്നു ചേർന്നിരിക്കുന്ന ഒരു അച്ചടക്കമുണ്ട്, അത് അവർ കളഞ്ഞു കുളിക്കേണ്ട കാര്യമില്ല. അപ്പോ തീർച്ചയായിട്ടും നമുക്ക് ബാക്കി കാത്തിരുന്ന് കാണാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നടക്കട്ടെ എന്തായാലും കോൺഗ്രസില്. പക്ഷെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവേ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത് അധികാരഭോഗികളും ഗ്രൂപ്പിസത്തിന് വേണ്ടിയിട്ട് തമ്മിൽ തല്ലുന്ന, ഗ്രൂപ്പ് മൊത്തവും വെച്ച് തമ്മിൽ തല്ലുന്നവരാണ്, അധികാരത്തിന് വേണ്ടി തമ്മിൽ തല്ലുന്നവരാണ് കോൺഗ്രസ് എന്നാണ് പൊതുവേ ജനങ്ങൾക്കിടയിൽ അത്തരം ഒരു അഭിപ്രായമുണ്ട്. ഇപ്പൊ ഇത്തരത്തിൽ ഈ കൊച്ചി മേയറിൽ നിന്ന് തന്നെ ഇത്തരം പിന്നെ ഈ എനിക്ക് സ്ഥാനം തന്നില്ല, ബോംബുകൾ ഉണ്ടാകും, പൊട്ടിത്തെറികൾ ഉണ്ടാകും, ഞാൻ KPCCക്ക് പരാതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ചാനലുകളിൽ പലരും, ഈ ദീപ്തി തന്നെ പല ചാനലുകളിൽ ഒരു ബൈറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ആയുധമല്ലേ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ? അധികാരം കൊടുത്തില്ല. ഇപ്പൊ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി തന്നെ പിടിവലികൾ ഇപ്പോഴേ തുടങ്ങിയെന്നാണ് കേൾക്കുന്നത്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പിടിവലികൾ ഏതാണ്ട് ഒതുങ്ങിയിരുന്നു. ഇനിയിപ്പോ രണ്ടാമതും വന്നെങ്കിലേ ഉള്ളൂ. കാരണം ഒന്ന്, അവർക്ക് അധികാരത്തിൽ വരണമെങ്കിൽ ഒരാളെ ചൂണ്ടിക്കാണിച്ച് മുന്നിൽ നിർത്തിയില്ലെങ്കിൽ നടക്കൂല എന്ന് മനസ്സിലായപ്പോഴാണ് എല്ലാവരും ബാക്കി ഉപഗ്രഹങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങുകയും ഒരുപാട് ഗ്രഹങ്ങൾക്ക് പകരം ഒന്ന് ഒതുങ്ങിക്കൊടുത്തിട്ട് വി ഡി സതീശനിലേക്ക് എല്ലാവരും കൂടി വന്നു എന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇനി അത് അവർ കളഞ്ഞു വിളിക്കാം. അവർക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അവർ നേടിയിരിക്കുന്ന ഭൂരിപക്ഷം ഉണ്ടല്ലോ, ആ ഭൂരിപക്ഷം അവരെ നശിപ്പിക്കാതിരുന്നാൽ മതി. നശിപ്പിക്കാനുള്ള സാധ്യത ഇത്തരത്തിലുള്ള അധികാരമോഹങ്ങളൊക്കെ അതിന്റെ ഭാഗമാണ്. അവർ ചെയ്യേണ്ടത് ഇപ്പോൾ അവർക്ക് കിട്ടിയ മേൽക്കൈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടാക്കി മാറ്റി നിയമസഭ നേടുകയാണ്, ജയിക്കുകയാണ് അവർ ചെയ്യേണ്ടത്. പിന്നെ കോൺഗ്രസിൽ ഇതൊക്കെ പതിവല്ലേ, അധികാരമില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല, അങ്ങനെ ഒരു പാർട്ടിയാണ്. പക്ഷെ വന്നിപ്പോ ഈ ദീപ്തി മേരി വർഗീസിനെ പോലുള്ള പ്രസ്താവനകൾ നടത്തുന്ന പാർട്ടികൾ ആരാ അല്ലാത്തത്? ഇപ്പൊ ഇടതുപക്ഷത്ത് CPM നിന്ന് എത്രയോ പേര് തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി വിട്ടുപോയി BJPയിൽ പോലും ചേർന്ന സാഹചര്യം ഉണ്ടായില്ലേ? ധാരാളം കേന്ദ്രങ്ങളുണ്ട്. BJPയിലും അസ്വസ്ഥര് ധാരാളം പിന്നെ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തവരുണ്ടായില്ല. ഇതൊക്കെ ഉണ്ട്. അധികാരം എല്ലാ മനുഷ്യനെയും ദുഷിപ്പിക്കുന്ന, എല്ലാ പാർട്ടികളെയും ദുഷിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കോൺഗ്രസിൽ അത് പണ്ടേ ഉണ്ട്. കോൺഗ്രസ് അതിന്റെ മൂത്താപ്പയാണ്, അങ്ങനെ എടുത്താൽ മതി. അപ്പൊ അത് നമ്മൾ ഇനി അങ്ങോട്ട് കാണാം. ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ഒന്ന് മനസ്സ് വെച്ചാൽ സാധാരണ രീതിയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഭരണവിരുദ്ധ തരംഗം കാണാറില്ല. ഇത്തവണ അത് കണ്ടിട്ടുണ്ട്. ആ ഭരണവിരുദ്ധ തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് എന്നും കാണാറുള്ളത്, ഇനിയും കാണേണ്ടത്. അങ്ങോളം എത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. ഇത് വലിയൊരു ജാഗ്രതയാണ് പിണറായിക്കും ഇടതുപക്ഷത്തിനും കൊടുക്കുന്നത്.
എന്തു വില കൊടുത്തും അധികാരം തിരിച്ചു പിടിക്കാനുള്ള പണികളൊക്കെ പിണറായിയും കൂട്ടരും തുടങ്ങിയിട്ടുണ്ടാവും. 3ാം തവണ ഭരിക്കാനുള്ള, അതിനെ നേരിടാനുള്ള പണിയും ജാഗ്രതയും ആത്മാർത്ഥതയും വേണം. സതീശനാണ് മുഖ്യമന്ത്രിയാവുക, അതുകൊണ്ട് നമ്മൾ ജയിക്കണ്ട എന്ന് തീരുമാനിച്ചാൽ രക്ഷയില്ല. സതീശനായാലും ആരായാലും എക്സ് ഓർ വൈ UDF ജയിക്കണമെന്നും കോൺഗ്രസ് മുഖ്യമന്ത്രിയാവണമെന്നും കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായി തീരുമാനിച്ചാൽ ഈ അവസ്ഥ തന്നെ നിയമസഭയിൽ ഉണ്ടാവും. അല്ല, ഞങ്ങൾ ഭരിക്കണ്ട എന്ന് ആര് തീരുമാനിച്ചാലും കോൺഗ്രസ് തീരുമാനിച്ചാൽ കഴിഞ്ഞു. ഇനി എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് എന്നും കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിനെ ജയിപ്പിക്കാറുള്ളത് എപ്പോഴും ഇടതുപക്ഷമാണ്. ഓക്കെ.